സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി. അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരുമായി ചർച്ച നടത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്ന് അറിയിച്ച മന്ത്രി, കേരഫെഡ് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കൂ എന്നും വ്യക്തമാക്കി. തിങ്കളാഴ്ച മുതൽ സപ്ലിക്കോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് 457 രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്നും GR അനിൽ വിവരിച്ചു. നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ നൽകിയ അപകീർത്തി കേസിൽ സാന്ദ്ര തോമസിനെതിരെ സമൻസിന് ഉത്തരവിട്ട് എറണാകുളം സബ് കോടതി. തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി 2 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം സബ് കോടതിയിൽ നൽകിയ കേസിലാണ് കോടതി സമൻസിന് ഉത്തരവിട്ടത്. വാഹനത്തിന്റെ താക്കോലിനെ സംബന്ധിച്ചുള്ള സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് മലപ്പുറം തിരൂർ വാടിക്കലിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. കാട്ടിലപ്പള്ളി സ്വദേശി ചെറിയകത്ത് മനാഫിന്റെ മകൻ തുഫൈലാണ് കൊല്ലപ്പെട്ടത്. അയർലൻഡിൽ മലയാളി പെൺകുട്ടിക്ക് നേരെ വംശീയാക്രമണം എന്നാണ് റിപ്പോർട്ട്. 6 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെയാണ് തദ്ദേശീയരായ കുട്ടികൾ ആക്രമണം നടത്തിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അക്രമത്തിനിരയായ കുട്ടി മലയാളിയാണെന്ന് NDTV റിപ്പോർട്ടിൽ പറയുന്നു. കോട്ടയം സ്വദേശിയായ നിയ നവീനാണ് അക്രമത്തിനിരയായത്. ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് കഴിഞ്ഞ മാസം ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ ഷമ പർവീൻ എന്ന അനശ്രീ യുവാക്കൾക്കിടയിൽ തീവ്രവാദ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനായി 1-ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നതായി ഗുജറാത്ത് ATS. അന്വേഷകരുടെ അഭിപ്രായത്തിൽ അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഒരു ഓൺലൈൻ ഭീകര മൊഡ്യൂൾ നടത്തിയിരുന്നു. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിനിടയിൽ നിരവധി പ്രകോപനപരമായ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നുവെന്നും ATS വ്യക്തമാക്കി. കനത്ത മഴ തുടരുന്ന ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ഭീഷണിയായി യമുന നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. യമുന നദിയിലെ നിലവിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണെന്ന് ഡൽഹി ഭരണകൂടം അറിയിച്ചു. ജാഗ്രത മുന്നറിയിപ്പ് നൽകിയ അധികൃതർ സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലാകെ കനത്ത മഴ തുടരുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പുടിൻ ഹസ്തദാനം നടത്തുന്ന ദൃശ്യങ്ങൾ റഷ്യൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. റഷ്യയുമായി എല്ലാ മേഖലകളിലും സഹകരണം തുടരാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് അജിത് ഡോവൽ പുടിനെ അറിയിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഡോവലിന്റെ മോസ്കോ സന്ദർശനം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അറിയിച്ചു. റഷ്യൻ സന്ദർശനത്തിനിടെയാണ് ഡോവൽ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം തീയതി തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ഈ വർഷം അവസാനം അത് നടക്കുമെന്ന് ഇന്റർഫാക്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ചിപ്പ് നിർമ്മാണ കമ്പനിയായ ഇന്റലിന്റെ CEO ലിപ് ബൂത്താൻ ഉടൻ രാജിവെക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലിപ് ബൂത്താനിന് ചൈനയുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇസ്രായേൽ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചതിനെ പരാമർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ നിർമ്മിതമായ ബരാക് 8 മിസൈലുകളും ഹാർപി ഡ്രോണുകളും ഇന്ത്യ പ്രയോഗിച്ചതായും അവ സംഘർഷവേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. 90-ലധികം രാജ്യങ്ങളിൽ പുതിയ തീരുവകൾ ഔദ്യോഗികമായി നടപ്പിലാക്കിയതിൽ ആഹ്ലാദം പങ്കിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന്റെ ഫലമായി US സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് കോടികളിലധികം ഡോളറാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. വഴക്കാളിക്ക് 1 ഇഞ്ച് കൊടുത്താൽ അയാൾ 1 മൈൽ പിടിച്ചെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് ചൈനീസ് അംബാസഡർ ഷു ഫെയ്ഹോങ് സാമൂഹ്യ മാധ്യമമായ Xൽ കുറിച്ചു. മറ്റ് രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധമായി തീരുവയെ ഉപയോഗിക്കുന്നത് UN ചാർട്ടറിന്റെ ലംഘനമാണ്. മാത്രമല്ല, ഇത് UN ചാർട്ടറിന്റെ ലംഘനവും ലോകവ്യാപാര സംഘടനാ നിയമങ്ങളുടെ അട്ടിമറിയുമാണെന്നും അദ്ദേഹം കുറിച്ചു. രാജസ്ഥാൻ റോയൽസ് വിടാൻ ഒരുങ്ങുകയാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. ടീമിനൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ റിലീസ് ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ വേണമെന്ന് ആവശ്യപ്പെട്ട് സഞ്ജു രാജസ്ഥാൻ മാനേജ്മെന്റിനെ സമീപിച്ചതായി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു. 2026-ലെ IPL ലേലത്തിന് മുൻപ് തന്നെ വിട്ടയക്കണമെന്നാണ് സഞ്ജു ആവശ്യപ്പെട്ടിട്ടുള്ളത്.